നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇന്നലെ ഈ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾ, ഇന്നലെ നമ്മൾ കേൾക്കുന്നത് കെ സുധാകരന് നിഷേധിച്ച നിയമസഭാ സീറ്റ്, കണ്ണൂർ സീറ്റ് AK ആന്റണി ഇടപെട്ട് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് തരപ്പെട്ടിരിക്കുന്നു, AICC ഹൈക്കമാൻഡ് വഴങ്ങി, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാർത്തകളാണ് ഈ സമയങ്ങളിൽ വരുന്നത്. അപ്പോൾ ഉച്ചവരെ പറയുന്നത് ലിസ്റ്റ് റെഡിയാണ്, കോൺഗ്രസിൻ്റെ ലിസ്റ്റ് റെഡിയാണ്, കണ്ണൂർ സീറ്റ് കെ സുധാകരൻ ഇല്ല എന്നാണ്. സർ, ഈ പറയുന്ന രീതിയിൽ ബാർക്കിൽ അല്ലെങ്കിൽ ടാമിൽ തങ്ങളുടെ പ്രേക്ഷകരുടെ എണ്ണം കൂടുതലെന്ന് കാണിക്കാൻ എന്ത് വാർത്തയും പടച്ചുവിടുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ പോവുകയാണോ എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ, സാറിന് അറിയാവുന്ന വീക്ഷണ പത്രത്തിലുണ്ടായിരുന്ന ശ്രീകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ഇന്നലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനായ PG സുരേഷ് കുമാറിനോട് ചോദിക്കുമ്പോൾ ഒരു വേള PG സുരേഷ് കുമാറിന് ഉത്തരം മുട്ടി. സർ, താങ്കളും ഒരു മാധ്യമപ്രവർത്തകനാണ്, താങ്കൾ ഇപ്പോഴും മാധ്യമപ്രവർത്തന രംഗത്ത് ഉള്ള ആളുമാണ്. സർ, ഇതാണോ സർ ശരിക്കുള്ള ഒരു മാധ്യമപ്രവർത്തനം? കാര്യം കോൺഗ്രസിനെ കുറച്ചെങ്കിലും അറിയുന്ന മാധ്യമപ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെയൊന്നും വാർത്ത ചെയ്യില്ല. അതായത് അവരുടെ സംഘടനാ രീതിയെ അറിയുന്നവർ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്ത് മാധ്യമപ്രവർത്തനമാണ് സാർ ഈ കാണിച്ചത്? അല്ല, അതിന് നമുക്ക് മാധ്യമപ്രവർത്തകരെ മാത്രം കുറ്റം പറയാനൊക്കത്തില്ല അയ്യപ്പദാസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മളൊരു വാർത്ത ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില ടിപ്സ് കിട്ടും. ആ ടിപ്സിനെ നമ്മൾ അന്വേഷിച്ചിട്ട് അതിന്റെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമാണ് നമ്മൾ അത്തരം വാർത്തകൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ വാർത്തകളും അങ്ങനെ പൊതുമധ്യത്തിൽ വരണം നിർബന്ധമില്ല. അല്ലാത്ത കാര്യങ്ങള് ചിലതൊക്കെ നമ്മൾ നമുക്കൊരു ചില ധാരണകളുണ്ടല്ലോ. വർഷങ്ങളായിട്ട് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ധാരണകളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്, പിന്നെ ചില രഹസ്യമായിട്ട് ചില വിവരങ്ങളും നമുക്ക് കിട്ടും. അത് നമ്മൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ വിഷയം വരുന്നത്. ശ്രീകുമാർ അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. മറ്റേ ഏഷ്യാനെറ്റിന്റെ സുരേഷും അതേപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. അവരങ്ങനെയാണ്. പക്ഷെ നമ്മളിപ്പോ അതൊന്നും അല്ല വിഷയം. നമ്മളിപ്പോ അങ്ങനെയൊന്നും അതിനെ കാണേണ്ട കാര്യങ്ങളില്ല. നമ്മളിപ്പോ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉറപ്പായിട്ടും ശ്രദ്ധ ആകർഷിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് കെ സുധാകരനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും അതോടൊപ്പം തന്നെ UDF മുന്നണിയുമാണ്. ധാരാളം ആളുകള് അവരുടെ അനുഭാവികള്, UDFന്റെ അനുഭാവികളും എതിർപക്ഷത്തുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? LDF വളരെയേറെ മുന്നേറിയിരിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് പത്രിക സമർപ്പിക്കുകയൂടെ ചെയ്തതോടുകൂടി LDF തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെയേറെ മുന്നേറിയിരിക്കുന്നു. UDFന് ഇനി ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇനി നാമനിർദ്ദേശം കൊടുക്കാനായിട്ട് 4 ദിവസമുണ്ടെങ്കിലും ഇന്ന് അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശം കൊടുക്കേണ്ട അവസാന ഡേറ്റ്. അപ്പൊ ചുരുക്കത്തിൽ എത്ര ദിവസം കിട്ടും? നാളെയും തിങ്കളാഴ്ചയും 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. 2 ദിവസത്തെ ബാക്കി സമയത്തിനിടയിലെ ബാക്കി എല്ലാ ആളുകളും നാമനിർദ്ദേശ പത്രികകൾ കൊടുക്കണം. അങ്ങനെ ഒരു വലിയ ടൈറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ ലിസ്റ്റ് വരാൻ വൈകിയതാണ്. രണ്ടാമത്തെ ലിസ്റ്റ് 40 പേരുടെ ലിസ്റ്റ് വരാൻ വൈകിയതാണ്, താമസമായിട്ട് മാറിയത്. ഏതാണ്ട് രാത്രി 10 മണി 10:30 മണിയോടുകൂടിയാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് ഒരു സമ്പൂർണ്ണ ചിത്രം പുറത്തു വരുന്നത്. പക്ഷെ എനിക്കിതിനകത്തൊരു അഭിപ്രായം എന്ന് തോന്നുന്നത് കഴിഞ്ഞു കഴിഞ്ഞാല് UDFന്റെ ലിസ്റ്റ് വന്നില്ലെങ്കിൽ എന്താ, ഒരുപക്ഷെ ഒരു ദിവസം കൂടെ താമസിച്ചു വന്നാലും കുഴപ്പമില്ലായിരുന്നു. കാരണം മാധ്യമ ശ്രദ്ധ മുഴുവൻ UDFലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ അവര് പ്രചരണത്തിന് പോകുന്നത്? അവര് പൊതുവായിട്ട് ഇറങ്ങി നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം എല്ലാ അറ്റൻഷനും UDFലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന മാധ്യമ ചർച്ചകളിലാണെങ്കിലും ശരി, പത്രവാർത്തകളിലാണെങ്കിലും ശരി, പൊതുസമൂഹത്തിൽ കിട്ടിയിട്ടില്ല. ആകെ കൂടെ മുഖ്യമന്ത്രി നോമിനേഷൻ കൊടുക്കുന്ന ഒരു പടം മാത്രം, അതാണ് നമ്മൾ കാര്യമായിട്ട് കണ്ടത്. ബാക്കി മുഴുവൻ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. ഡൽഹിയിലെ സുധാകരന്റെ ഫ്ളാറ്റ്, ഗോദാവരി ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പൊ നമുക്കൊരു പുതിയ അറിവായിരുന്നു. ഗോദാവരി MP താമസിക്കുന്ന ഫ്ളാറ്റ്, വലിയ ഫ്ളാറ്റ് സമുച്ചയം, അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു മുഴുവൻ ചർച്ചകളും. ഏറ്റവും കൂടുതൽ അശ്രദ്ധ കിട്ടിയത് കോൺഗ്രസിനാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ തോന്നുന്ന ഒരു അഭിപ്രായമാണ്. വ്യക്തിപരമായിരിക്കും അഭിപ്രായം. പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് ആദ്യം വന്നില്ല എന്ന് കരുതിയ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും, അതാണ് അയ്യപ്പദാസ് ആദ്യം ചോദിച്ചത്, ഓരോരോ തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്.
ഓരോരോ തരത്തിലുള്ള വാർത്തകൾ. കാരണം ഇതിപ്പോ അങ്ങനെയായിരുന്നു. കാരണം സുധാകരൻ ഔദ്യോഗികമായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് നേരത്തെ തന്നെ അവിടെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എം പി ആയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധ്യമല്ല. അതാണ് AICCയുടെ മാനദണ്ഡമെന്നാണ് നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കഴിയത്തില്ല. അദ്ദേഹത്തോടൊപ്പം തന്നെ താല്പര്യം പ്രകടിപ്പിച്ച അടൂര് പ്രകാശന്. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് മടങ്ങി, വളരെ ഭീഷണനായിട്ട് മടങ്ങി. അതിനുശേഷം വീണ്ടും നമ്മൾ കേൾക്കുന്ന വാർത്ത അവിടെ അദ്ദേഹത്തെ AICC വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു, രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നു, KC വേണുഗോപാൽ വിളിച്ചിരിക്കുന്നു, അടിയന്തരമായി ഡൽഹിക്ക് വരിക. വീണ്ടും അദ്ദേഹം ഡൽഹിയിലേക്ക് തന്നെ പോയി. ഡൽഹി പോയ ശേഷം വിമാനത്താവളത്തിൽ വെച്ച് ചില പ്രതികരണങ്ങൾ, 1-2 പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ഞാൻ ആരുമല്ലല്ലോ, എനിക്ക് അങ്ങനെ വലിയ നിലയും വിലയൊന്നും ഉള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ പാർട്ടിയിലെ ഒരു ചെറിയ ആളാണ്, അതുകൊണ്ട് എന്നെ ആര് വിളിപ്പിക്കാൻ, എന്നെ ആര് ശ്രദ്ധിക്കാനാണെന്നുള്ള മട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ പറഞ്ഞ വിഷമോ അല്ലെങ്കിൽ സങ്കടമോ ദേഷ്യമോ ഒക്കെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ മാധ്യമങ്ങൾ ധരിച്ചു അദ്ദേഹം പ്രതികരിക്കാൻ പോവുകയാണെന്നാണ് കരുതിയത്. അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കാൻ പോവുകയാണ്, എന്തൊക്കെയോ ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള മട്ടാണ് കാണുന്നത്. അതേപോലെ ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയില്ല. ഈ കഴിഞ്ഞ 3 ദിവസവും അദ്ദേഹം ഫ്ളാറ്റിൽ തന്നെ കഴിച്ചു കൂട്ടുകാരുന്നു. ആരോടും ഔദ്യോഗികമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വന്നില്ല. അല്ലെങ്കിൽ വരുന്ന വാർത്തകളെ നിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരുപാട് വാർത്തകൾ സംഭവിച്ചു. എല്ലാവരും, പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളും എല്ലാം ധാരാളം വാർത്തകൾ അതിന്റെ പുറകിനും പോയി. അപ്പൊ അവരന്വേഷിച്ച് കാണും, അന്വേഷിച്ചിട്ടോ മറ്റേതെങ്കിലും സോഴ്സിൽ കൂടെ വെച്ച് അന്വേഷിക്കുന്നതായിരിക്കാം. അങ്ങനെയാണ് അവസാനം വരുന്നത്. അങ്ങനെയാണ് ഇന്നലെ രാവിലെ നമ്മൾ കേൾക്കുന്നത് AK ആന്റണി കളത്തിലിറങ്ങാൻ പോകുന്നു എന്നുള്ളത് കേൾക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുധാകരന് സീറ്റ് ഉണ്ടാകത്തില്ല. ഹൈക്കമാൻഡ് അത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നിലപാടെടുത്തു. പ്രത്യേകിച്ച് ഖാർഗെയുടെ വീട്ടില് രാത്രി 2 മണിക്കും യോഗമാണ്. നോക്കുക, സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഒക്കെ യോഗം കഴിഞ്ഞ ശേഷം 2 യോഗം കഴിഞ്ഞിട്ട് AICC അധ്യക്ഷന്റെ വീട്ടിൽ വീണ്ടും യോഗം വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ചാണ് തീരുമാനം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ AICC അധ്യക്ഷൻ സമ്മതിക്കുന്നില്ല. സുധാകരന് സീറ്റ് ഉണ്ടാകത്തില്ല. അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വന്നു? സീറ്റ് നിഷേധിച്ചു കഴിഞ്ഞാൽ സുധാകരന്റെ പ്രസ്താവനയാണ് നിലനിൽക്കുന്നത്. അന്നേരം അദ്ദേഹം നേരത്തെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മത്സരിക്കും, കണ്ണൂരിൽ മത്സരിക്കും. അങ്ങനെയാണ് പിന്നെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അതൊക്കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ ആയിരിക്കത്തില്ല. പക്ഷേ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ പിന്നെ മത്സരിക്കാനൊക്കത്തില്ലല്ലോ. MP ആയിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റ് മത്സരിക്കാനൊക്കത്തില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് BJPയിലേക്കും പോകാനൊക്കത്തില്ല. പിന്നെ എന്ത് സംഭവിക്കും? സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അങ്ങനെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമോ എന്നുള്ളതായിരുന്നു സംശയം. ഈ സമയത്താണ് AK ആന്റണിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പൊ തിരുവനന്തപുരത്താണ് ഉള്ളത്. പക്ഷേ വലിയ സ്വാധീനമാണ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഏറ്റവും, പ്രത്യേകിച്ച് സോണിയാഗാന്ധിക്ക് ഏറ്റവും വളരെ വിശ്വസ്തനുമായ നേതാവാണ് AK ആന്റണി. എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭാഷണങ്ങൾ ഉണ്ടായി കാണും. സുധാകരൻ എന്തെങ്കിലും അത്തരത്തിൽ വിട്ടു പറയുമോ? ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം വെച്ചിരുന്നല്ലോ സുധാകരൻ എന്തെങ്കിലും വിട്ടു പറയുമോ എന്നൊരു സംശയം ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ആന്റണി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കാണും. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. കോൺഗ്രസിന് സംഘടനയെ വർഷങ്ങളായിട്ട് അവരുടെ പാർട്ടിയുടെ ഏറ്റവും വളരെ വിശ്വസ്തനും പ്രവർത്തക സമിതിയിലെ അംഗവും സീനിയർ മോസ്റ്റ് നേതാവും അങ്ങനെ ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വളരെ മുൻതൂക്കമുണ്ട് അവിടെ. സോണിയാഗാന്ധിയെ വിളിച്ചതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ആന്റണിയാണ് പുറത്തു വന്നത്. ആദ്യമായിട്ട് AK ആന്റണിയാണ് ആദ്യം തിരുവനന്തപുരത്ത് വെച്ച് പറയുന്നത്. സുധാകരനോട് ഞാൻ സംസാരിച്ചിരുന്നു. സുധാകരന്റെ പാരമ്പര്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? 25 വർഷത്തോളം സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അല്ല സാർ, കണ്ണൂരത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് നെഞ്ചു കൊടുത്തു നിന്ന ആളാണ്, പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആളെന്നാണ് പറഞ്ഞത്. അത് ഏത് വർഷമാണെന്ന് ആലോചിക്കണം. ഈ അടുത്ത സമയങ്ങളല്ലത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും കൊന്നും അല്ലേ ഉള്ള വലിയ പഴയ കണ്ണൂരിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. കൊലപാതക രാഷ്ട്രീയം നിറഞ്ഞു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. അതിനകത്ത് CPM ഉണ്ടായിരുന്നു, RSS ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, ഒരു പരിധി വരെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയം പരസ്പരം പ്രത്യയശാസ്ത്രങ്ങളെല്ലാം മാറ്റിവെച്ച് കൊടുവാളും കത്തിയും അത്തരം മാരകായുധങ്ങൾ രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അങ്ങനെ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തന്റെ ഇരുവശത്തോടും ചേർത്ത് നിർത്തിയതാണ്. സുധാകരൻ ഒരു വീഡിയോ അടുത്ത സമയത്ത് പുറത്തു വന്നത് കണ്ടില്ലേ? ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ചില പരാമർശങ്ങൾ നടന്നുണ്ടായിരുന്നു. 28 പ്രവർത്തകരാണ്, എന്റെ ഇടത്തും വലത്തും നിന്ന 22 പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്, രാഷ്ട്രീയമായിട്ട് കൊല ചെയ്യപ്പെട്ടത്.
അവരുടെ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി മയ്യഴിപ്പുഴയുടെ തീരത്ത് ഞാൻ അടക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരാണ് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ എന്റെ പുറകുവശത്ത് അന്ന് പിന്നെ ഒരു ബാഗോ മറ്റോ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്തിന് വെട്ടിയ വെട്ടന്റെ കഴുത്തെ കൊണ്ട് എന്റെ കഴുത്ത് തന്നെ മുറിഞ്ഞു പോയേനെ, ഞാൻ എന്നെ തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വികാരനിർഭരമായ പ്രസംഗം ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ടില്ല. ഒരാളുടെ ഭവനം, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുന്ന ചടങ്ങില് അദ്ദേഹം കണ്ണീര് ശരിക്കും കരഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വലിയ പാരമ്പര്യമാണ്. അതാണ് ആന്റണി ഓർമ്മിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടി സ്വന്തം ജീവൻ പോലും മാറ്റി വെച്ചിട്ട് പ്രസ്ഥാനത്തിന് നിന്ന നേതാവാണ്. അപ്പൊ സുധാകരനോട് ഞാൻ ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയാണ് ആന്റണി പറയുന്നത് കേട്ടോ. ആന്റണി കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാർട്ടിക്ക് ദോഷകരമാകുന്ന, അങ്ങനെയുള്ള സുധാകരൻ നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷകരമാകുന്ന ഒന്നും ചെയ്യരുത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ കൂടി പിണറായി മുഖ്യമന്ത്രിയായി വരുന്ന ഭരണം സുധാകരൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടെ പറഞ്ഞു. സുധാകരനെ പോലെ വളരെ ജനപിന്തുണയുള്ള നേതാവാണ്. ഇപ്പോഴും കണ്ണൂരിൽ വളരെ ജനപിന്തുണയുള്ള നേതാവാണ്. ഇന്നലെ രാത്രി തന്നെ വിമാനത്താവളത്തിലൊക്കെ ചെന്നിറങ്ങുന്നത് കണ്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സംഘം പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ, അതായത് ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായെന്നും ഒക്കെ വാർത്ത ചെയ്തതിൽ ശ്രീകുമാർ എന്ന് പറയുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ക്ഷോഭിച്ചു. ശരിയാവട്ടെ സർ. എന്നിരിക്കലും ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നിപ്പോ പിന്നെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞാൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പിന്നെ ഈ സുധാകരേട്ടനെ കുറിച്ച് ഞാൻ പറയാൻ ഞാൻ ആരാ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പഴിയും മാധ്യമങ്ങൾ കൊണ്ട് അദ്ദേഹം വെക്കുന്നുണ്ട്. ഏതായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതെ ഇങ്ങനെ സുധാകരന്റെ പേര് മാറ്റി നിർത്തുമോ എന്നൊരു സംശയം ഒരു സാധാരണക്കാരന് ഉണ്ടാവില്ലേ സർ? സാറിനോട് രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ സാറ് തന്നെയാണ് പറഞ്ഞത്, ആസാമിൽ ഒരു MP മത്സരിക്കാൻ അവസരം കൊടുത്തു, അവിടെ എന്തുകൊണ്ട് ഈ മാനദണ്ഡം ഉണ്ടായില്ല? സർ, ഇത് ശരിക്കും സുധാകരനൊരു ഇളവ് കൊടുക്കേണ്ടതല്ലായിരുന്നോ? കൊടുത്തെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് വലുതെന്നാണോ? അതോ അതിനേക്കാൾ അദ്ദേഹത്തിന് കൊടുക്കാതെ ഈ ഉണ്ടായിരിക്കുന്ന ഈ ഒരു എന്താ പറയാ ഈ ഒരു കാലാവസ്ഥ, ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ, ഇതിൽ ഏതായിരിക്കും കോൺഗ്രസിന് കൂടുതൽ ഗുണമായി മാറുക? അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അയ്യപ്പദാസ, ഈ സാഹചര്യം തന്നെയാണ് നല്ലത്. ഇപ്പൊ പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നുണ്ട്. ഇപ്പൊ അവിടെ മത്സരിക്കാൻ പോകുന്ന TO മോഹനൻ രാവിലെ സുധാകരനെ വന്ന് കണ്ടു, അദ്ദേഹത്തെ ഷാൾ അണയിച്ചു, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു, അദ്ദേഹം എന്റെ നേതാവ് കൂടിയാണ്, അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എനിക്ക് പ്രയാസമില്ല എന്ന് പറയുന്നു. ഈ സംസാരം ഒരു 4-5 ദിവസം മുമ്പ് ഇവർ പറഞ്ഞാൽ മതിയായിരുന്നു. ഇവരിത് 4-5 ദിവസം മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമായിരുന്നു. ഒരു പ്രയാസം ഉണ്ടാകത്തില്ല. അന്തരീക്ഷം വളരെ ക്ലീൻ ആയിട്ട് പോയതിനും കോൺഗ്രസിന് ഇത്രയും ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അത് ഡാമേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പാർട്ടിയുടെ എല്ലാ ശ്രദ്ധയും അവരിലേക്ക് എടുത്ത് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ക്ലീൻ ആയിട്ട് അവർക്ക് മാറുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ടരെ തിരിച്ചും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇത് ഒരാഴ്ച മുമ്പ് അങ്ങ് തീർക്കാൻ പോരായിരുന്നു? സുധാകരൻ പാർലമെന്റിൽ വരുന്ന ആളല്ലേ, അവിടെ വെച്ച് സുധാകരനോട് മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചു പറയാമായിരുന്നല്ലോ, അല്ലെ ഫോണിൽ വിളിച്ചു പറയാമായിരുന്നല്ലോ, അല്ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാകത്തില്ല, പാർലമെന്റ് അംഗങ്ങൾക്ക് സീറ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ തീർക്കാവുന്ന ഒരു വിഷയം നമ്മൾ പറഞ്ഞില്ല, നിസ്സാരമായിട്ട് സൂചി കൊണ്ടെടുക്കാവുന്നതായിരുന്നു. അത് തൂമ്പ കൊണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് ഇവരൊക്കെ തന്നെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അതിന്റെ പുറകിന് പോകേണ്ടി വന്നത്. തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കല്ലാതെ തീ ഇല്ലാതെ നമ്മൾ പറയത്തില്ലേ, ഇതിന്റെ പുക ഉണ്ടാകത്തില്ല. അത് സത്യമാണ്, അല്ലാതെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാധ്യമങ്ങളെ ഇത്തരം കാര്യങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പൊ അന്തരീക്ഷം നിലവിൽ ശാന്തമാണ്. അപ്പൊ ഈ ഒരു അന്തരീക്ഷം അങ്ങനെ തുടർന്ന് പോകുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ ആസാം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അവിടെ ഒരു MP അവസരം കൊടുത്തു. അപ്പോൾ അത് ഈ പറയുന്ന പോലെ അതെനിക്ക് അത് ചോദിക്കേണ്ടതല്ലേ സാർ? അത് അവിടെ അങ്ങനെ അത് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരാളെ അത്ര കണ്ടവർ ഭയപ്പെടുന്നുണ്ടോ സാർ? ഈ ലോകസഭയിൽ തങ്ങൾക്ക് ഇനി പിന്നെ ഈ കിട്ടിയ സീറ്റ് നഷ്ടമാകുമോ എന്നുള്ള ഒരു വല്ലാത്ത ആവലാതി, അതാണോ ഇതൊക്കെ പ്രേരിപ്പിക്കുന്നത്? ഇതിന്റെ ഈ മാനദണ്ഡങ്ങൾ ആരാണ് അയ്യപ്പദാസെ പറഞ്ഞിരിക്കുന്നത്? MP-മാർക്കൊന്നും സീറ്റില്ല എന്നുള്ള മാനദണ്ഡം AICCയുടെ സർക്കുലറായിട്ട് വല്ലതും ഉണ്ടോ? KPCC ആണ് പറഞ്ഞത്. അതാണ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിട്ട് അറിഞ്ഞിട്ടില്ല. അത് തന്നെ വയനാട്ടിൽ അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വയനാട്ടിൽ വെച്ച് വലിയ സമ്മേളനം നടന്നിരുന്നു. ഇനി അവിടെ വെച്ച് വല്ല പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിഞ്ഞൂടാ. കാരണം അത് സംബന്ധിച്ച് വലിയ ആധികാരികമായ വാർത്തകളൊന്നും, കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. MP-മാർക്ക് സീറ്റില്ല, ഇവർക്ക് സീറ്റില്ല എന്നുള്ളതൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ശ്രദ്ധ വരാതിരുന്നത്. വളരെ പൊടുന്നനെയാണ് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിനും പിന്നെ അടൂർ പ്രകാശനും മത്സരിക്കണം എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുണ്ടുകൂടിയപ്പോഴാണ് അവിടെ ചില കമ്മ്യൂണൽ ബാലൻസിന്റെ കാര്യം വന്നു.
കമ്മ്യൂണൽ ബാലൻസ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയം പെട്ടെന്ന് പൊങ്ങി വരുന്നത്. അതിനു മുമ്പേ വയനാട്ടിൽ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അത്ര ആധികാരികമായിട്ട് അതിനെ കുറിച്ച് പരിശോധിച്ചില്ല. വയനാട് നടന്ന ആ ശിബിരത്തിലൊന്നും ഉണ്ടായില്ല. അതാണ്. അപ്പൊ അങ്ങനെ ഒരു ഈ മാനദണ്ഡം എവിടുന്ന് വന്നു എന്നാണ് വളരെ പെട്ടെന്ന് പൊട്ടി വീഴുന്നത് പോലാണ് നമുക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്നാണ് ഈ തീരുമാനം വരുന്നതായിട്ടും ഇങ്ങനെ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെ സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ അന്നേരമാണ് നമ്മൾ അറിയുന്നത്. പൊതുസമൂഹം അറിയുന്നത് ആ സമയത്താണ്. പക്ഷെ അപ്പോൾ പോലും രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു, ഞാൻ MLA ആയിരുന്ന സമയത്ത് MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ടല്ലോ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതായിട്ട് പോകുന്ന ആളല്ലേ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആണല്ലോ, അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്തിൽ പലതും കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഈ ആരാണ് ഈ നിയമം കൊണ്ടുവന്നത്, ആരാണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ ചിലരുടെ പേരിലേക്ക് വരാൻ, അപ്പൊ അത് കണക്കൂട്ടി വെച്ചിരുന്നതാണോ? അപ്പൊ ഇങ്ങനെ ഒരു നിയമം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അടൂർ പ്രകാശിനെയും K. സുധാകരനെയും മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ MK രാഘവനെയും മാറ്റി നിർത്താൻ പറ്റുമോ? അവരാണല്ലോ ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത്. അപ്പൊ അവരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ആ സമയത്ത് വന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ ഒരു കൺഫ്യൂഷൻ, ആകപ്പാടെ ഒരുതരം ഒരു ആശയക്കുഴപ്പം. മൊത്തം പാർട്ടി സംവിധാനത്തിലും കേഡർ സംവിധാനത്തിലും ഒക്കെ, കേഡർ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ സ്വഭാവത്തിനെ കണക്കായിട്ട് കണ്ടാൽ മതി. കോൺഗ്രസിന്റെ ആ പോക്കിന് കൺഫ്യൂഷൻ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നലെ കൊണ്ടത് അവസാനിച്ചു. ഇന്ന് രാവിലത്തെ നിലപാടിന് നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് പേരാവൂർ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകാനാവുന്നത് പോലെ ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ശാരീരികമായ ഒരുപാട് ആവശ്യകതകളുണ്ട്. ഇപ്പൊ നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന് തലകറക്കമോ മറ്റോ ഉണ്ടായിട്ട് അദ്ദേഹത്തെ ആസ്പത്രിയിലാക്കിയിരിക്കുന്നതാണ് അല്ലേ. ഇന്നലെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം, 3-4 ദിവസമാണ് ഉറക്കക്ഷീണമൊക്കെ ആയിരിക്കാം. K. സുധാകരൻ ആസ്പത്രിയിലാണ്. കുഴപ്പങ്ങളൊന്നുമില്ല, ഉറക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് തലകറക്കമോ മറ്റോ ഉണ്ടായി എന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ഒരു വാർത്ത ഞാൻ കണ്ടത്. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ശാന്തമായിട്ട് അവസാനിക്കട്ടെ എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതുവരെ അവിടെ മൈലേജ് ഒന്നും നഷ്ടപ്പെട്ടില്ല, രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മൈലേജ് ഒന്നും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഈ ക്യാമ്പയിൻ കൊണ്ട്, ഈ കഴിഞ്ഞ 3-4 ദിവസം ഡൽഹി നാടകങ്ങൾ കൊണ്ട് കോൺഗ്രസിലേക്കാണ് അല്ലെങ്കിൽ UDF-ലേക്കാണ് ആകർഷിച്ച് നിർത്താൻ കഴിഞ്ഞത്. ജനശ്രദ്ധ മുഴുവൻ അവരിലേക്ക് ശ്രദ്ധിച്ചു നിർത്താനായിട്ട് സുധാകരന്റെ ആ കാര്യങ്ങൾക്ക്, സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. നന്ദി. താങ്ക് യു സർ.